വിസ്മയ മോഹൻലാൽ എന്നുള്ളൊരു പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ തരംഗമായിരിക്കുന്നത്. അധികം വിസ്മയ സോഷ്യൽ മീഡിയ ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സിനിമയുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും പക്ഷെ ഇപ്പോൾ വിസ്മയ മോഹൻലാൽ എന്നുള്ളൊരു പേര് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അച്ഛൻ്റെയും മകൻ്റെ അതായത് പ്രണവിൻ്റെയും ലാലേട്ടൻ്റെയൊക്കെ ചൂട് പിടിച്ച് വിസ്മയ എന്ന മായക്കുട്ടിയും സിനിമാ ലോകത്തേക്ക് ചുവട് വെച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇന്നലെ തന്നെ അത് വലിയൊരു വിവാദത്തിലേക്ക് വന്നിരുന്നു. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ ഒരു സിനിമയെ പറ്റി നമുക്ക് ആദ്യം ഒന്ന് പറയാം. തുടക്കം എന്ന സിനിമയാണ് ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്നുള്ള പേരിലുള്ള സിനിമയിലാണ് ഇപ്പോൾ വിസ്മയ രംഗത്തെത്തുന്നത്. വിസ്മയ ഈ ഒരു കലാമേഖലയിലേക്ക് അല്ലെങ്കിൽ നായക ഈ പറഞ്ഞോണം ആക്ടിങ് രീതിയിലേക്ക് എത്തുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം പുള്ളിക്കാരിയുടെ ലെവലെന്ന് പറയുന്നത് വേറെ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ റിസർച്ചും ഈ പറഞ്ഞതുകൊണ്ട് കവിതയൊക്കെ എഴുതും, പോയമൊക്കെ എഴുതുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അഭിനയ രംഗത്തേക്ക് ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. ഏതായാലും സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളെല്ലാം വലിയ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ ഫാൻസ് ഭയങ്കര സന്തോഷത്തിലാണെന്ന് തന്നെ പറയാം. ഒരു കുന്നിൻ ചെരുവിൽ വെളിച്ചമുള്ളൊരു വീടിൻ്റെ പശ്ചാത്തലത്തോടു കൂടിയാണ് തുടക്കത്തിൻ്റെ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല മോഹൻലാൽ തന്നെയാണ് ഈ ഒരു ഇതിൻ്റെ ടൈറ്റിൽ അവതരിപ്പിച്ചതും. പിന്നാലെ സിനിമ ഏത് ജോണറിലാണ് വരുന്നതെന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. ഒരു ഇടിപ്പടം എന്നുള്ള ഒരു സൂചനയാണ് ഈ ഒരു പോസ്റ്ററിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം തുടക്കത്തിൻ്റെ എന്നുള്ളതിൽ തന്നെ വലിയൊരു പ്രത്യേകതയുണ്ട്. അവിടെയാണ് ഈ ചില ഇടിപ്പടമാണോ ആക്ഷൻ ത്രില്ലർ പടമാണോ എന്നുള്ളൊരു സംശയം പ്രേക്ഷകർക്ക് വരുന്നത്. ഈ തുടക്കത്തിൻ്റെ ഡായിൽ ഒരു കരാട്ടെ കൈ കാണാൻ സാധിക്കും. തുടക്കത്തിൻ്റെ മുഷ്ടി ചുരുട്ടിയൊരു കൈയും കാണാം ഇതിൻ്റെ പോസ്റ്ററിൽ. അപ്പോൾ ഇതിൽ നിന്നാണ് ഇതൊരു ആക്ഷൻ ത്രില്ലർ പടമാണോ എന്നുള്ളത് സംശയം വരുന്നത്. മാത്രമല്ല ഈ ഒരു ഇടിപ്പടമാണോ എന്നൊരു സൂചനയൊക്കെ സോഷ്യൽ മീഡിയയിൽ വരാനുള്ള കാരണമുണ്ട്. വിസ്മയ അത് ലാലേട്ടൻ്റെ വൈഫ് തന്നെ സുചിത്ര തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിസ്മയ തായ്ലാൻഡിൽ നിന്നും മാർഷൽ ആർട്സ് അഭ്യസിച്ച ഒരാളാണ് എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം മാർഷൽ ആർട്സ് ഒക്കെ അഭ്യസിച്ച ഒരു വ്യക്തി എന്തായാലും ഈ ഒരു സിനിമയിലൊക്കെ വരുമ്പോൾ ഒരു ആക്ഷൻ ത്രില്ലർ ആവാനാണ് സാധ്യത എന്നാണ് ലാലേട്ടൻ ഫാൻസ് ഒക്കെ പറയുന്നത്. മാത്രമല്ല തുടക്കത്തിൻ്റെ ഇക്കത്തിൻ്റെ ഒക്കെ ഈ മുഷ്ടി തിരിച്ചിട്ട് ഒരു ആക്ഷൻ ടച്ച് വരുന്ന ഒരു പോസ്റ്ററാണ് അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. നേരത്തെ ഇവിടെ നിന്നുള്ള വീഡിയോകളും ഫോട്ടോകളും വിസ്മയ സോഷ്യൽ മീഡിയയിൽ നേരത്തെ ഈ തായ്ലാൻഡിൽ നിന്നുള്ള കുറേ വീഡിയോകളൊക്കെ പങ്കുവച്ചിരുന്നു. കൂടാതെ കിക്ക് ബോക്സിംഗ്, ട്രഡീഷണൽ കരാട്ടെ പോലുള്ള ഫോമുകൾ വിസ്മയ പരിശീലനവും നേടിയിട്ടുണ്ട്. പ്രണവ് മോഹൻലാലിൻ്റെ ആദ്യ ഒരു ആക്ഷൻ ത്രില്ലറായിരുന്നു. അതുപോലെ തന്നെയാണ് വിസ്മയുടേതുമെന്ന് വിലയിരുത്തലുകളൊക്കെ വരുന്നത്. ആദി എന്ന് പറയുന്ന സിനിമ ഇത്തരത്തിലുള്ള ആക്ഷൻ ത്രില്ലറാണ്. അത് പ്രണവിൻ്റെ ആദ്യത്തെ സിനിമ അങ്ങനെയായിരുന്നു. വിസ്മയുടെ അങ്ങനെ ആവാനാണ് സാധ്യത. ഏതായാലും മായക്കുട്ടി നിൻ്റെ സിനിമയുമായുള്ള ആജീവനാന്ത പ്രണയത്തിൻ്റെ ആദ്യ ചുവടുവയ്പ് മാത്രമായിരിക്കട്ടെ തുടക്കം എന്നാണ് വിസ്മയയ്ക്ക് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ആശംസകൾ അറിയിച്ചത്. അഭിമാനവും ആവേശവും എന്നാണ് പ്രണവ് കുറിച്ചത്. മാത്രമല്ല ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിലാണ് ഇത് നിർമ്മിക്കുന്നത്. ഏതായാലും വിസ്മയ മോഹൻലാലാണ്, മായക്കുട്ടി എന്ന വിസ്മയ മോഹൻലാലാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഏതായാലും നല്ലൊരു തുടക്കം തന്നെ ആവട്ടെ വിസ്മയയ്ക്ക്. മാത്രമല്ല പണ്ടത്തെ വിസ്മയ കണ്ട ഭയങ്കര ചബ്ബിയായിട്ടുള്ളൊരു പെൺകുട്ടിയായിട്ടൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് നല്ല ക്യൂട്ടായിട്ട് നല്ല സുന്ദരിയായിട്ട് നമുക്ക് ഈ ഒരു പോസ്റ്ററിലൊക്കെ വിസ്മയുടെ ഇതൊക്കെ നോക്കിയാൽ നമുക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ക്യൂട്ടായിട്ട് നല്ല സുന്ദരിയായിട്ടാണ് വിസ്മയ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു നായിക അല്ലെങ്കിൽ നല്ലൊരു നടിയാവാനുള്ള എല്ലാ സൗന്ദര്യം മാത്രമല്ലല്ലോ, എല്ലാ കാര്യങ്ങളും കഴിവും വിസ്മയ്ക്ക് ഉണ്ടാവും. കാരണം അച്ഛൻ ലാലാണല്ലോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഭാഗം മക്കൾക്കുണ്ടാവും. പ്രണവും അത് പലതവണ തെളിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നലെ ഈ ഒരു വിസ്മയ അഭിനയ രംഗത്തേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഇന്നലെ നമുക്കറിയാം മോഹൻലാലിൻ്റെ ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ GST ദിനാഘോഷത്തിൽ മോഹൻലാലിനെ അതിഥിയായിട്ട് ടാഗോർ തിയേറ്ററിൽ ക്ഷണിച്ചിരുന്നു. അപ്പം അതിന്
മോഹൻലാലിന് ഇപ്പോൾ കൃത്യമായിട്ട് GST ഒക്കെ അടയ്ക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മോഹൻലാലിനെ സ്വീകരിക്കുകയും അവാർഡ് ദാന ചടങ്ങൊക്കെ നടത്തുകയും ചെയ്തു. കൃത്യമായിട്ട് GST അടയ്ക്കുകയും കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. അപ്പം അത്തരത്തിൽ ആ ഒരു ചടങ്ങിനിടയിൽ കുറേ മാധ്യമ പ്രവർത്തകർ ലാലിന് ചുറ്റും കൂടിയായിരുന്നു. കാരണം ഇതിനു മുമ്പ് ലാലിൻ്റെ ഈ ഒരു പോസ്റ്റ്, ഈ മകൾക്ക് ആശംസകൾ അറിയിച്ചുള്ള പോസ്റ്റിൽ ഇത് അറിഞ്ഞുകൊണ്ടായിരിക്കും മാധ്യമപ്രവർത്തകർ ചുറ്റും കൂടിയത്. മാധ്യമപ്രവർത്തകരും പോലീസുകാരും മറ്റ് ആരാധക വൃന്ദങ്ങൾക്കും ഇടയിൽ ലാലിൻ്റെ മുഖത്തേക്ക് ഒരു മൈക്ക് കൊണ്ടുവന്ന് ഒരാൾ പോയിരുന്നു. അതെനിക്ക് തോന്നുന്നു 24 ന്യൂസിലെ മനീഷ് മഹിബാൽ എന്ന റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം ഇത്തരത്തിലൊരു മൈക്ക് കൊണ്ട് പോവുകയും അറിയാണ്ട് ലാലിൻ്റെ കണ്ണിൽ ഇങ്ങനെ തട്ടുകയും അപ്പോൾ ലാല് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ മോനെ ഇത്, നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്നുള്ളൊരു വർത്തമാനം പറഞ്ഞ് വളരെ കൂളായിട്ട് അദ്ദേഹം പോയിരുന്നു. വേറെ ഏതെങ്കിലും ആൾക്കാരായിരുന്നു ഒരുപക്ഷെ തിരിച്ച് നിന്ന് നന്നായിട്ട് പ്രതികരിച്ചേനെ, വേറെ ഒരു ഇതിലേക്ക് പോയേനെ. കാരണം പക്ഷേ ലാലേട്ടനെ നമുക്കറിയാം, നമ്മുടെ മലയാളികളിലേക്ക് ഓരോ മലയാളികളുടെ മനസ്സിലേക്ക് ഇറങ്ങി വരുന്ന ഒരു വ്യക്തിയാണ് ലാൽ എന്ന് പറയുന്നത്, മോഹൻലാൽ എന്ന് പറയുന്നത്. അത് എന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരോടുള്ള ഇടപെടലുകളും എല്ലാം അത്തരത്തിലായിരിക്കും. അപ്പം ഇദ്ദേഹം ഈ ഒരു സമ്മേളന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങി വന്നതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന വിസ്മയുടെ ഈ ഒരു തുടക്കം എന്ന സിനിമയെ പറ്റി, പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ എന്തുവാന്നുള്ള അറിയാണ്ട് പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹം സ്വാഭാവികമായിട്ട് കയറിപ്പോയി. പക്ഷേ ഇതിനിടയിലൂടെ നമുക്കറിയാലോ, മാധ്യമപ്രവർത്തകർ ആദ്യം റിപ്പോർട്ട് കൊടുക്കണം. അവരുടെ ഈ റിപ്പോർട്ടേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയ്ക്ക് പ്രഷറാണ് സാറ്റലൈറ്റിന്. കാരണം വേറെ ഏതെങ്കിലും ചാനലെങ്ങാണോ ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടർ, അവിടെ നിലവിലുള്ള റിപ്പോർട്ടറിനായിരിക്കും ഒരു പക്ഷേ പ്രശ്നം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ എന്താ പറയുന്നത്, തള്ളി പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ആളുകളുടെ ഇപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളുടെ ബൈറ്റൊക്കെ എടുക്കാൻ ശ്രമിക്കാം. അത് ഒരുപക്ഷെ അപകടത്തിലേക്ക് നടന്നിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ട്. എന്തായാലും ഇപ്പോൾ 24 ന്യൂസ് മൈക്ക് കൊണ്ടുവന്ന് കൊടുത്തതിനിടയ്ക്ക് കൂടെ കണ്ണിൽ തട്ടിയും, പക്ഷെ അദ്ദേഹം അത് വളരെ ഇതായിട്ട് അത് കൂളായിട്ട് അത് കൈകാര്യം ചെയ്ത് അദ്ദേഹം പോവുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഒരു പക്ഷേ ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ നിറച്ച് മനീഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകരെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുറേ വാർത്തകളും കാര്യങ്ങളും കമൻസുകളൊക്കെ വരുന്നത്. അതുകൊണ്ടായിരിക്കും മനീഷിനത് ഒരു പക്ഷേ മനീഷൻ ഒരു ലാലേട്ടൻ ഫാൻസ് ആയിരിക്കും, ഫാൻ ബോയ് ആയിരിക്കാം. അപ്പം മനീഷ് അത് ലാലേട്ടനുമായിട്ട് കണക്ട് ചെയ്യുകയും സംസാരിക്കുകയും മനീഷിൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ അറിയാം, ലാലേട്ടൻ കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത് എന്നിട്ട് ലാലേട്ടൻ തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത്. തിരിച്ചു വിളിച്ചിട്ട് ഒരു പക്ഷേ ലാലേട്ടനും അത് വിഷമം ഉണ്ടായി എന്നുള്ള തരത്തിലാണ് ആ സംസാരം. അതിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മനീഷ് ഇങ്ങനെയാണ് മനീഷിൻ്റെ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്: മാധ്യമപ്രവർത്തകരും പോലീസുകാരും മറ്റ് ആരാധക വൃന്ദങ്ങൾക്കിടയിൽ വെച്ച് നമ്മളെല്ലാവരും ആരാധിക്കുന്ന മോഹൻലാലിൻ്റെ മുഖത്ത് മൈക്ക് കൊണ്ട സംഭവം. മോഹൻലാലിൻ്റെ മുൻപിലേക്ക് പ്രതികരണത്തിനായി മൈക്ക് മുന്നിലോട്ട് വെച്ച ആ മാധ്യമപ്രവർത്തകൻ ഞാനാണ്. സെൻട്രൽ GST ദിനാഘോഷത്തിലാണ് മോഹൻലാൽ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ അതിഥിയായി എത്തിയത്. മകൾ വിസ്മയുടെ ആദ്യ ചിത്രം തുടക്കം അദ്ദേഹം തന്നെ നവമാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചപ്പോൾ ഒരു പ്രതികരണം തേടാൻ എത്തിയതായിരുന്നു ഞാൻ. പലപ്പോഴും തിക്കിനും തിരക്കിനും ഇടയിൽ തന്നെയാണ് നല്ല പ്രതികരണങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് വീണ് കിട്ടുന്നത്. ആദ്യം പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിലും പിന്നീടും ഒരു ശ്രമം നടത്തിയെന്നത് ശരിയാണ്. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, മൈക്ക് നീട്ടിയ സമയം അത് ലാലേട്ടൻ്റെ മുഖത്ത് തട്ടി. കൃത്യമായി ആ വീഡിയോ മുഴുവൻ പരിശോധിച്ചാൽ മനസ്സിലാകും ഞാൻ മനഃപൂർവ്വം ചെയ്ത ഒരു കാര്യം അല്ല ഇതെന്ന്. എന്നിരുന്നാലും എല്ലാവരെയും പോലെ എനിക്കും വലിയ വിഷമമുണ്ടാക്കി. വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഞാൻ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയ മോഹൻലാൽ എന്നെ തിരിച്ചു വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യേ. ഞാൻ ഉണ്ടായ സംഭവം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. ലാലേട്ടന് കാര്യങ്ങൾ മനസ്സിലായി. കണ്ണിന് കുഴപ്പമൊന്നും പറ്റിയില്ല, കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാണ് പ്രതികരണം തരാതിരുന്നത് എന്നും സ്നേഹത്തോടെ അദ്ദേഹം പറഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ വാർത്ത കൃത്യമായിട്ട് കേട്ടില്ല. കാരണം കാര്യം അറിയാണ്ട് മാധ്യമം എന്താണ് വാർത്തയിൽ വന്നതെന്ന് അറിയാണ്ട് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, മീറ്റിങ്ങിലായതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പ്രതികരണം തരാഞ്ഞത് എന്നാണ് അദ്ദേഹം അപ്പോഴും പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, എന്തുകൊണ്ടാണ് പ്രതികരണം തരാമെന്ന് സ്നേഹത്തോടെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തോടുള്ള മതിപ്പും ആരാധനയും എനിക്ക് ഇരട്ടിയായി. ഇത്രയും സിമ്പിളായ മോഹൻലാലിനെ അബദ്ധവശല്ലെങ്കിലും എൻ്റെ ഭാഗത്തുണ്ടായ ഒരു പ്രവൃത്തി കൊണ്ട് വേദന ഉണ്ടായതിനാൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർക്കോ ആരാധകർക്കോ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. ഏതായാലും ലാലേട്ടൻ എന്നോട് ക്ഷമിച്ചു, നിങ്ങളും എന്നോട് ക്ഷമിക്കുമല്ലോ മോഹൻലാൽ എന്നുള്ള രീതി. എന്നിട്ട് മറ്റേ ഇമോജി ഉണ്ട്, ലവിൻ്റെയും
ഹഗ്ഗിൻ്റെയും ഒക്കെ ഉള്ള ഒരു ഇമോജിയൊക്കെ വെച്ച് മനീഷ് മഹിപാൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഈ ഓഡിയോ ക്ലിപ്പ് ഇട്ടിരുന്നു. ഏതായാലും അബദ്ധത്തിൽ ആണ് അദ്ദേഹത്തിന് പറ്റിയത്. അദ്ദേഹം ഒരു ശരിക്കും ലാലേട്ടൻ ഫാനായിരിക്കാം, അദ്ദേഹത്തിന് അത് വിഷമമുണ്ടായി, അത് നമുക്ക് ക്ഷമിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. മാധ്യമപ്രവർത്തകർ ഈ റിപ്പോർട്ടേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും ഈ പറയുന്ന സ്ട്രഗിളാണ് അവർ അനുഭവിക്കുന്നത്. റിപ്പോർട്ടേഴ്സിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയാം, ഒരു പക്ഷേ ഞാനും ആ ഒരു റിപ്പോർട്ടിൻ്റെ രംഗത്ത് ഉള്ളതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. പക്ഷേ എത്രമാത്രം പ്രഷർ അങ്ങനെ ഓരോ ചാനലുകളും റിപ്പോർട്ടേഴ്സിന് കൊടുക്കരുത്. കാരണം ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ചിലപ്പോൾ ഇവരുടെയൊക്കെ ജീവന് ഭീഷണിയാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാത്ത രീതിയിൽ വേണം എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. എന്തായാലും വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എന്ന സിനിമ ഒരു പോസ്റ്ററിലൂടെ തന്നെ വലിയ ഹിറ്റായി എന്ന് തന്നെ പറയാം. മോഹൻലാലിൻ്റെ മകൾ എന്നുള്ള രീതിയിൽ എന്തായാലും പ്രേക്ഷകർ ഇപ്പോൾ ഫാൻ ബോയ്സും ഫാൻ ഗേൾസും ഒക്കെ എന്തായാലും വിസ്മയ്ക്കുമുണ്ട്. വിസ്മയുടെ ചിത്രം കാണാനും ഞാനും ഈ പറഞ്ഞതുപോലെ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. കാരണം അത് ത്രില്ലർ പടം എന്ന് പറഞ്ഞപ്പം തന്നെ എനിക്ക് മനസ്സിലായി വിസ്മയ അതിൽ പൊളിച്ചെടുക്കും. കാരണം ഈ പറഞ്ഞതുപോലെ തായ്ലാൻഡിലെ ഈ കുംഫും അത് മാർഷൽ ഇത് ഒക്കെ പഠിച്ച് ഈ പറഞ്ഞോണം ആ ഒരു ആക്ഷൻ ത്രില്ലർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു കുട്ടി തന്നെയാണ്. അപ്പോൾ എന്തായാലും അത് പൊളിച്ചെടുക്കുക തന്നെ. എന്തായാലും ഞാൻ കട്ട വെയിറ്റിങ്ങിലാണ്. നമുക്ക് എല്ലാവർക്കും എന്തായാലും വെയിറ്റ് ചെയ്യാം അല്ലേ.